മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. വിജനമായ ഊടുവഴികൾ തിരക്കേറിയ തെരുവുകൾക്ക് വഴിമാറുന്നു. വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും ജനങ്ങളിൽ നൂറുമേനി പൊലിയളക്കുന്നു. മനസ്സുകളിൽ നിന്നും കാതുകളിലേക്ക് ആഘോഷത്തിന്റെ ആരവം പടരുന്നു. ഇപ്പോഴിതാ വീണ്ടും നിങ്ങളുടെ ഊഴമായി. ഇനി നിങ്ങൾ വിധിക്കുന്നു നിങ്ങളുടെ ഹിതം. ജനപക്ഷം 2025. നഗരസഭയിലെ 1 മുതൽ 43 വാർഡുകളിൽ സിറ്റി ന്യൂസ് നടത്തിയ ഓട്ടപ്രദക്ഷിണത്തിന്റെ നേർക്കാഴ്ചയുമായി ജനപക്ഷം 2025. ആകെയുള്ള 43 വാർഡുകളിൽ 19 വാർഡുകൾ വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. പട്ടികജാതി ജനറൽ വിഭാഗത്തിന് 2 വാർഡുകളും പട്ടികജാതി വനിതകൾക്കായി 3 വാർഡുകളും സംവരണം ചെയ്തിട്ടുണ്ട്. 697 പുരുഷ വോട്ടർമാരും 775 സ്ത്രീ വോട്ടർമാരും അടക്കം 1472 വോട്ടർമാരുള്ള 43-ാം വാർഡായ പുറത്താട് വാർഡ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വടക്ക് കാറളം പഞ്ചായത്ത് അതിർത്തി ചെമ്മണ്ട കായൽ മുതൽ മൂർക്കനാട് ശിവക്ഷേത്രം റോഡ് വഴി ആലുംപറമ്പ് വഴി പുത്തൻതോട് കാറളം റോഡ് വഴി കഷായമൂലയിൽ പൈങ്കിളിപ്പാടം ബൈലൈൻ വഴിയും കിഴക്ക് പൈങ്കിളിപ്പാടം മുതൽ പട്ടരുമടം ബൈലൈൻ വഴി പട്ടരുമടം വഴി കാറളം പുത്തൻതോട് വഴി നെയ്ത്തുശാല ചാത്രാപ്പ് റോഡ് വഴി ചാത്രാപ്പ് പാടം പുത്തൻതോട് ബൗണ്ടറി വരെയും തെക്ക് പുത്തൻതോട് ബൗണ്ടറി MM കനാൽ ചാത്രാപ്പ് കായൽ മുതൽ ചെമ്മണ്ട കായൽ വരെയും പടിഞ്ഞാറ് ചെമ്മണ്ട കായൽ കാറളം പഞ്ചായത്ത് അതിർത്തി വരെയുമാണ് അതിർത്തി. NDA സ്ഥാനാർത്ഥിയായി മായ അജയൻ, LDF സ്ഥാനാർത്ഥിയായി വിഷ്ണു പ്രഭാകരൻ, UDF സ്ഥാനാർത്ഥിയായി ഷാജി പുല്ലോക്കാരൻ എന്നിവരാണ് ജനവിധി തേടുന്നത്. വാർഡിലെ ഉന്നയിക്കാനായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ തന്നെയാണ് ഇവിടുത്തെ കൗൺസിലർ. അപ്പോൾ കൗൺസിലർ എന്ന രീതിയിൽ എന്നാൽ കഴിയുന്ന എല്ലാവിധ ഫണ്ടുകളും ഈ വാർഡിന് വേണ്ടി ലഭ്യമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എല്ലാം കംപ്ലീറ്റ് ആയെന്ന് ഞാൻ പറയണില്ല. ഇനിയും ഒരു 5 വർഷം കൂടി കിട്ടിയാൽ നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ട ഒരുപാട് പദ്ധതികൾ ഇനിയുമുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഒരു MP ഉണ്ട്. MP ഫണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഫണ്ടുകൾ കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഇനിയും പൂർത്തിയാക്കാനുണ്ട്. ഇവിടെ ഒരു ഉന്നതി ഉണ്ട്, പുറക്കാട്ടുകുന്ന ഉന്നതി. ആ ഉന്നതിയിലെ സൈഡ് പ്രൊട്ടക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒരു 25 ലക്ഷം രൂപ കിട്ടി. ഒരു സൈഡ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയകളിൽ ഇനിയും കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഫണ്ടൊക്കെ നമ്മൾ MP-ക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂർക്കനാട് അമ്പലനട പടിഞ്ഞാറേ നടയിലെ റോഡ് ഇതുവരെ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് അത് മണ്ണിട്ട റോഡാണ്. ഇതുവരെ അവിടെ ടാറിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിലേക്കും ഇപ്പോൾ MP ഫണ്ട് ഏകദേശം പാസ്സായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് പൂർത്തീകരിക്കണം. അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭാ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയർമാൻമാർ മാറി ഭരിക്കാൻ വേണ്ടി മാത്രമാണ് 5 വർഷം അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഓരോ ചെയർപേഴ്സണും 2 വർഷം 1.5 വർഷമൊക്കെ ആയിട്ട് അവർ തമ്മിലുള്ള മത്സരം മാത്രമായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. MP ഫണ്ട് ഉപയോഗിച്ച് ഞാൻ ഇപ്പോൾ ഏകദേശം പാസ്സായിട്ട് നിൽക്കുന്ന പടിഞ്ഞാറൻ നട റോഡ് പൂർത്തീകരിക്കാനായിരിക്കും ആദ്യം ലക്ഷ്യമിടുന്നത്. അതിന് വേണ്ട ഏകദേശം അതായത് നമ്മുടെ നഗരസഭയുടെ അനുമതി വരെ ലഭ്യമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ടൈമിൽ. അപ്പോൾ ബാക്കിയുള്ള പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങളും ചെയ്യും. അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഉന്നതിയിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനും ബാക്കി വാർഡിലെ ജനങ്ങൾക്ക് വേണ്ട ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ നിലവിലത്തെ സാഹചര്യം ശബരിമല വിഷയങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ സ്വർണ്ണക്കൊള്ളയും ഒക്കെ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് ആളുകൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. കേരളത്തിലാകെ ജനങ്ങളാകെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് സമീപകാല സർക്കാരിൻ്റെ പല നയങ്ങളിലൂടെ മനസ്സിലാവുന്നത്. ഇരിങ്ങാലക്കുടയിലെ ജനറൽ ആശുപത്രി, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനം, അംഗനവാടികളിലുണ്ടായ മാറ്റം, ജനങ്ങൾക്ക് കിട്ടുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ഈ വാർഡിൽ തന്നെ 200-ൽ താഴെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നുണ്ട്. ആശാവർക്കർമാരുടെ ഇടപെടൽ, ഹരിതകർമ്മസേന, നോക്കൂ, ഒരു സർക്കാർ ജനങ്ങളിലുണ്ട്
വീട്ടിലുണ്ട് എന്ന ബോധ്യം ജനങ്ങൾക്ക് എത്തി എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഇടതുപക്ഷ മുന്നണി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും. വലിയ പ്രതീക്ഷാനിർഭരമായിട്ടാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ സമൂഹം ആകെ നോക്കി കാണുന്നത്. രണ്ട് മുന്നണികൾ ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ഇടതുപക്ഷം യുവജനങ്ങളെ മുന്നിലേക്ക് വെക്കുക എന്നുള്ളതുകൊണ്ട് വളരെ പരിണിതപ്രജ്ഞരായ ഒരു യുവസമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ഓരോ സ്ഥാനാർത്ഥികൾ. വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കുന്നവർ, ആ നിലയിൽ സംഘാടനം നടത്തുന്നവർ, ജനങ്ങളുമായി നിരന്തര ബന്ധമുള്ളവർ. ഇടതുപക്ഷത്തിൻ്റെ യുവജന പ്രവർത്തകരെന്നുള്ളതുകൊണ്ട് ഒരു പൊതിച്ചോറ് വാങ്ങാത്തൊരു വീടുണ്ടാവില്ല, രക്തമെത്തിക്കാത്തൊരു വീടുണ്ടാവില്ല. പ്രളയകാലത്ത് നടത്തിയ പ്രവർത്തനം, കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനം, ആ സമയത്തെ സന്നദ്ധ വളണ്ടിയർമാർ തുടങ്ങി ഒരു വലിയ ജനകീയ സ്ഥാനാർത്ഥികളാണ്, യുവാക്കളെയാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അത് പ്രതീക്ഷാനിർഭരമാണ്. 5 വർഷത്തെ നഗരസഭാ ഭരണം എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കാലങ്ങളിലെ നഗരസഭാ ഭരണമാകെ വലിയ വിമർശന വിധേയമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. നഗരസഭ എന്നുള്ളത് ലോക്കൽ ഗവൺമെൻറ്, പ്രാദേശിക ഗവൺമെൻറ്, ജനകീയ ആസൂത്രണം, ഇത് വലിയ ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സമൂഹമാകെ കാണുന്നത്. റോഡുകൾ ഉൾപ്പെടെ, നമ്മുടെ സമൂഹത്തിൽ കുടിവെള്ളം ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും പിന്നോട്ട് പോകുന്നൊരു നഗരസഭ. തൊട്ടപ്പുറത്ത് പിരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് നോക്കാം, കരുവന്നൂർ കമ്മ്യൂണിറ്റി ഹാൾ നോക്കാം. ഇതൊരു കമ്മ്യൂണിറ്റി ഹാളാണ്, ഈ കമ്മ്യൂണിറ്റി ഹാളിനെ കാണാം. തൊട്ടപ്പുറത്തെ വയോജന ക്ലബിനെ നോക്കാം. ഇങ്ങനെ എണ്ണമിട്ട് പറഞ്ഞാൽ, ജലസംഭരണികൾ ഉൾപ്പെടെ എണ്ണമിട്ട് പറഞ്ഞാൽ എല്ലാ മേഖലയിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന സമീപനമാണ് നഗരസഭ എടുക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ വിലയിരുത്തും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ വാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രയോറിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക്, ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് നോക്കൂ, ഓരോ വീടുകളിലും കയറുമ്പോൾ വ്യത്യസ്തമാണ് ജനങ്ങളുടെ ആവശ്യം. ഞാനൊരു വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ മനസ്സിലാക്കുന്നത് വികസനത്തിൻ്റെ പുതിയ മാതൃകകൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങൾക്കൊരു എന്ത് വാക്കുപയോഗിക്കും, ഒരു രക്ഷാകർത്താവിനെ വേണം. ഇന്ന് ജനങ്ങളുടെ ഓരോ കാര്യങ്ങളും, അതിപ്പോൾ പെൻഷൻ്റെ മസ്റ്ററിങ് തൊട്ട് കൊച്ചു കാര്യങ്ങളിൽ പോലും കേൾക്കാൻ ഒരാളുണ്ടാവുക, വീട്ടിലേക്ക് എത്തുക എന്നുള്ള ജനങ്ങൾ ആകാരെങ്കിലും അങ്ങനെ ഒരാളായി മാറും. പിന്നെ ജനങ്ങളുടെ ഇപ്പോൾ ഇവിടെ തന്നെ ഇന്നലെ ഞങ്ങൾ കുടുംബയോഗം വിളിച്ചപ്പോൾ ഇവിടുത്തെ കിണർ ചേരെടുക്കുന്നത് കാലങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു, ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല. ഈ കമ്മ്യൂണിറ്റികളിൽ ഇപ്പോഴും ഇലക്ട്രിസിറ്റി ഇല്ല, വേണ്ട രീതിയിൽ ഒരു നിലയിലും ഉപയോഗിക്കുന്നില്ല. 10-50 മുകളിൽ SC കുടുംബങ്ങളുള്ളൊരു മേഖലയാണ്, കമ്മ്യൂണിറ്റികൾ ഉപയോഗിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഇവിടുത്തെ കുടിവെള്ളം, ഇവിടുത്തെ ഒരു പുതിയ മോട്ടറിൻ്റെ കണക്ഷൻ, ഇലക്ട്രിസിറ്റി കണക്ഷൻ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഊർക്കാട് ക്ഷേത്രത്തിൻ്റെ പിൻവശത്തെ പടിഞ്ഞാറ് റോഡ് നിരവധി കർഷകർ ട്രാക്ടർ ഉൾപ്പെടെ അവരുടെ മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെ നെല്ല് പോകുന്ന വണ്ടികൾ ഉൾപ്പെടെ പോകുന്ന ഒരു റോഡാണ്. ആ റോഡ് ഇപ്പോഴും ടാറിങ്ങിന് പോലും വിധേയമാകാതെ വളരെ മോശമായൊരു സ്ഥിതിയാണ്. അപ്പോൾ ആ റോഡിനുണ്ടാവേണ്ട മാറ്റം തുടങ്ങി നിരവധി മാറ്റങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജനങ്ങളോട് ആകെ അഭ്യർത്ഥിക്കുന്നത്. വികസനം നടന്നിട്ടില്ല, വെറും ഫ്ലക്സ് ബോർഡിലുള്ള വികസനം മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. സന്നദ്ധ സംഘടനകൾ നടത്തിയത് പോലും കൗൺസിലറുടെ പേരിൽ ഫ്ലക്സ് ബോർഡ് അടിച്ചു വെച്ചിരിക്കുന്ന ഒരു വികസനം ഇല്ലായ്മയിലൂടെ കാണുന്നുണ്ട്. ഞാൻ കോൺഗ്രസ് ഭരിച്ചിരുന്ന 10 വർഷക്കാലം നല്ലൊരു വികസനം ഇവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇങ്ങനൊരു വികസനം ഈ ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമപ്രദേശത്ത് ഒരു വികസനവും ഉണ്ടായിട്ടില്ല. അപ്പോൾ വികസനം ഇതിനെതിരെ നാടും നാട്ടുകാരും അറിയുന്ന ഒരു വികസനം നടപ്പാക്കും. നഗരസഭ ഭരണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിവർഷം BJPയും LDFും കൂടിയിട്ട് ഒരുമിച്ച് നിന്ന് ഒരു പദ്ധതിയും നടപ്പാക്കാൻ സാധിക്കാത്ത രീതിയിൽ അവരവിടെ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഭരണപക്ഷമായ കോൺഗ്രസിന് ഇവിടെ അധികം കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നെ ഇവിടുത്തെ കൗൺസിലർ പറയുന്നത് ഞാൻ പ്രതിപക്ഷത്തായിരുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ ഒന്നും നടത്താൻ പറ്റിയില്ല എന്ന്. പക്ഷെ ഞാൻ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും പറയുന്ന വാക്കുകൾ ഇവിടെ പാലിക്കും. ഈ വാർഡിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നാട്ടിലെ പ്രശ്നങ്ങളോടൊപ്പം ഓരോ കുടുംബങ്ങളിലും ഇവിടെ ലഹരി എന്ന് വെച്ചാൽ മയക്കുമരുന്നും മറ്റു കാര്യങ്ങളും സുലഭമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതിനൊരു തടയിടും. കുടുംബത്തിൽ സമാധാനം സൃഷ്ടിക്കാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ വീടുകളിൽ വർക്ക് ഹോം വെച്ചാൽ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ ഭാര്യമാർക്കൊരു വരുമാന മാർഗം, അതൊരു ഭരണത്തിൻ്റെ സ്വാധീനമില്ലാതെ തന്നെ ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് നടപ്പാക്കാൻ കഴിയും. അത് ഞാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് നടപ്പാക്കും. അതുപോലെ തന്നെ ഈ ജനങ്ങൾക്ക്
അവർക്ക് അവരുടെ കുടുംബത്തിന് ഒരു വരുമാന മാർഗം പുതിയതായി തുറന്നു കിട്ടുമ്പോൾ അവർക്ക് കുറച്ച് നീക്കിയിരിപ്പ് മാറ്റിക്കാൻ കഴിയും. അങ്ങനെ നാട്ടിൽ റോഡ് വികസനം മാത്രമല്ലല്ലോ, നമ്മുടെ ഓരോ വീടുകളിലും വികസനം എത്തിക്കണം. ആ വികസനം തുടരും.